അതെ. അപ്പൊ അതില് അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അതിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് UGCക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. UGCക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്നാണ്. അല്ല അത് അവര് തെറ്റായിട്ട് റിപ്പോർട്ടാണ്. സുപ്രീം കോടതി വിധിയിലെന്ന് പറഞ്ഞാൽ UGC അംഗീകാരം കൊടുക്കണം. എന്നാൽ പിന്നെ ഇവര് അങ്ങനെ ഭാരതീയറിന് കൊടുക്കണമെങ്കിൽ പിന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് എന്തുകൊണ്ട് കൊടുക്കാത്തത്? അറിയില്ല. കാരണം സിൻഡിക്കേറ്റ് ആണ് അവിടുത്തെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. അവരുടെ തീരുമാനങ്ങളൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല അങ്ങനെ പറഞ്ഞു സാർ. ഈ MG മറ്റുള്ളവരെല്ലാം നിർത്തിയെങ്കിൽ ഈ MG മാത്രം എന്തിനാണ് 15 മനം കൂടി? എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ മെയിൻ പെറ്റീഷണർ അണ്ണാമല യൂണിവേഴ്സിറ്റിയാണ്. ഈ MG സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ UGC എടുത്ത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഭാരതീയറിന് മറ്റ് യൂണിവേഴ്സിറ്റികൾക്കും തുല്യത കൊടുക്കുന്നുണ്ട്. പക്ഷേ അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കില്ല. അതാണ് MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം. ഇരട്ടത്താപ്പ് നയമാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MG യൂണിവേഴ്സിറ്റി ഉഡായിപ്പാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, തുല്യതാ സർട്ടിഫിക്കറ്റ് അംഗീകാരം ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന ഒരു കാര്യം. സുപ്രീം കോടതിയിൽ മെയിൻ പെറ്റീഷണർ അണ്ണാമല UGC ആണ് മെയിൻ പെറ്റീഷണർ. മറ്റ് യൂണിവേഴ്സിറ്റികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണലായിട്ട് പിന്നെ വെച്ചിട്ടുള്ളതാണ് ഭാരതീയർ മറ്റ് യൂണിവേഴ്സിറ്റികൾ. PSC പോലും ഭാരതീയർ യൂണിവേഴ്സിറ്റിക്ക് 15 മുതൽ അംഗീകാരം ഇല്ലെന്ന് പറഞ്ഞ് ഉത്തരവ് ഓൾറെഡി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ MG യൂണിവേഴ്സിറ്റി എന്ത് അടിസ്ഥാനത്തിനാണ് തുല്യത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? MG സർവകലാശാല ഇപ്പോൾ പറയുന്ന ഉഡായിപ്പ്, മുമ്പ് 17 റെഗുലേഷൻ്റെ ഉഡായിപ്പും പറഞ്ഞിട്ടാണ് ഇരുന്നത്. കോടതിയുടെ കേസ് വളച്ചൊടിച്ച് MG സർവകലാശാല അർഹതയില്ലാത്ത മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് തുല്യത കൊടുക്കുന്നു. ഈ കേസിൽ മെയിൻ പെറ്റീഷണർ അണ്ണാമലയാണല്ലോ. എന്നാൽ അണ്ണാമലയ്ക്കും 15-നും 16-നും തുല്യത കൊടുക്കണം. അതാണ് നിങ്ങൾ വോയിസിൽ ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷെ അണ്ണാമലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. സിൻഡിക്കേറ്റ് MG യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ബാക്കി അംഗീകാരം ഇല്ലാത്ത ബാക്കി യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കാൻ.